ഒന്നരാടം പൊറോട്ട വാങ്ങിച്ചിരുന്നു ഞാൻ. ഇപ്പൊ നോമ്പ് കഴിഞ്ഞത് മുതൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് മൂടില്ലാത്തൊരു ദിവസമായതുകൊണ്ട് ഇന്നും പൊറോട്ടയും നല്ല അടിപൊളി സാമ്പാറുമാണ് കേട്ടോ. ഏത് കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. നല്ല സോഫ്റ്റ് ഉള്ള അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ള ഒരു പൊറോട്ടയായിരുന്നു. ഇതിന് മുന്നേ നമ്മൾ വാങ്ങിച്ചൊന്നും തീരെ പറ്റൂലായിരുന്നു. ഭയങ്കര കട്ടിയായിരുന്നു കേട്ടോ. ഇത് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഉണ്ട്. അത് കഴിഞ്ഞ് മീനിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ മത്തി പൊരിക്കും അതുപോലെ തന്നെ മത്തി കറിയും വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുറെ ആയിട്ട് ഏത് മീൻ വാങ്ങിച്ചു വെച്ചാലും വലിയ ടേസ്റ്റ് ഒന്നും തോന്നുന്നില്ല കേട്ടോ. അതിൽ വലിയ കുഴപ്പമില്ലാത്തത് എനിക്ക് തോന്നിയത് മത്തിയാണ്. ഇപ്പൊ ശരിക്കും അധികം ഫ്രഷ് ആയി കിട്ടുന്നതും നമ്മുടെ ഈ ഒരു സാധാ നാടൻ മത്തിയാണ് കേട്ടോ. മറ്റതൊന്നും വലിയ അങ്ങോട്ട് പോരാ. പിന്നെ മീൻ കഴിക്കുന്നതിനെക്കാട്ടിലും എനിക്കതിന്റെ പനഞ്ഞിയാണ് കേട്ടോ ഇഷ്ടം. അതായത് അതിന്റെ മുട്ട ഉണ്ടല്ലോ അത് കേട്ടോ. നമ്മൾ ഗ്യാസ് അടുപ്പിന്റെ അടുത്തതാ ഈ ഒരു ലൈറ്റർ കത്തി ഒരു സംഭവങ്ങളൊക്കെ വെക്കുന്നതിന് പകരം സച്ചൊരു സൂത്രം കണ്ടുപിടിച്ചതാണ്. ഈ ഒരു പീനട്ട് ബട്ടറിന്റെ ഈ ഒരു ബോട്ടിലുണ്ടല്ലോ ഇതിലുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ഒഴിഞ്ഞ ബോട്ടിലുണ്ട് കേട്ടോ. ആ ഒരു ബോട്ടിലാണ് അവൻ ഇങ്ങനെ ആക്കി തീർത്തത്. ഇതൊന്നും എനിക്ക് വന്ന ഐഡിയ കേട്ടോ. അതൊക്കെ അവനക്ക് വന്നിട്ടുള്ള ഒരു ഐഡിയ. പിന്നെ ആ ഒരു കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണം. അപ്പൊ അതിന് നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. ഒന്നാമത് നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും. എല്ലാം കൂടെ ഒപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും പറ്റും കേട്ടോ. എനിക്ക് നല്ലൊരു അടിപൊളി ഐഡിയ. ഇതിരുന്ന ബോക്സ് ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ. അത് നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും. ഈ ഒരു പെയിന്റിന്റെ ഇതുപോലത്തെ ബോക്സിന്റെ ഒരു ക്ലേ വർക്കാണ് കേട്ടോ. ഈ ഒരു ക്ലേന്റെയും കൂടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കും. യൂട്യൂബിലാണെങ്കിൽ സ്ക്രീനിൽ ഉണ്ടാവും. ഇൻസ്റ്റയിലാണെങ്കിൽ ഒന്ന് ലിങ്ക് കമന്റ് ചെയ്താൽ. ഈ ഒരു ക്ലേ വർക്കാണെങ്കിൽ എനിക്ക് നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു അടിപൊളി ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചപ്പൽസ് ആണ്. ഞങ്ങൾ വാപ്പ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ വാപ്പാന്റെ ചെരുപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വാപ്പാന്റെ ഓർമ്മക്കായിട്ട് ഉണ്ടാക്കിയതാണ് എന്നൊക്കെയാണ് ടോം പറഞ്ഞിട്ടുള്ളത്. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഉച്ചക്ക് അടിപൊളിയായി മീൻ കറിയും മീൻ പൊരിച്ചതും അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ചോറ് വെച്ചു. വൈകുന്നേരത്തേക്ക് മക്രോണിയാണ്. ഈ വക ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. എന്താണ് കഴിക്കാനുള്ളത് കുറേ ആലോചിക്കും. പക്ഷേ കിട്ടൂല. പിന്നെ കുട്ടികൾ വന്നിട്ട് പറയും അതുണ്ടാക്കി തരും ഇതുണ്ടാക്കി തരും. അപ്പൊ പിന്നെ പെട്ടെന്ന് നല്ല ഓർമ്മ കിട്ടും. അതിന്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞാക്കാൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എല്ലാം കൂടെ ഒപ്പായി. പഴംപൊരി, ബേക്കറി ഐറ്റംസ്, മക്രോണി എല്ലാം കൂടെ ഒപ്പായി. പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ടു. ഇതൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തീരും. ഒരു TV കാണലിന് ഇതൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടാവും 2 പേര്. അതുകൊണ്ട് ഞാൻ അതൊക്കെ മാറ്റി വെച്ചു. ഇപ്പൊ തൽക്കാലം മക്രോണിയും പഴംപൊരിയും കൊടുത്തു. ചില ടൈമിൽ നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒപ്പായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അല്ലെ. അധിക ദിവസം അങ്ങനെ ആയിരിക്കും. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ പാൽ ചായക്ക് ഭയങ്കര പൂതി. അപ്പൊ അതാ കുറച്ച് പാൽ ചായയും കൂടെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. വിഷു ആഘോഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ വിഷു ആഘോഷം തുടങ്ങാണ് കേട്ടോ. രാത്രിക്ക് ഒരു കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഇതാ പടക്കൊക്കെ പൊട്ടിക്കൽ ഭയങ്കര തകൃതിയാണ്. ഇവിടെ കുറെ ഫ്രണ്ട്സുകളൊക്കെ ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ തന്നെ ഹാനുണ്ട്, ഹാദുണ്ട്. അതൊക്കെ ഭയങ്കര പേടിയിട്ട് അതൊക്കെ പൊട്ടിക്കാൻ. ഇന്നത്തെ ഡേ ഇവിടെ തീർന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.